ഡേ നില്ല് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു അവൻ പിന്നെ അവന്റെ എത്തിക്സ് മറ്റേ ലോജിക്കും കൊണ്ട് ഇറങ്ങി. അല്ല അല്ല, ഇത് നമുക്ക് സാധാരണക്കാരായ നമ്മളിൽ സാധാരണക്കാർക്ക് പറയാനുള്ള സാധാരണ കാര്യമായിട്ട് നിങ്ങൾ അങ്ങ് കണക്കാക്കുക. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ കോമണേഴ്സ് എന്ന് പറഞ്ഞ് രണ്ടുപേരെ നേരത്തെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് ഏത് തരത്തിലാണ് ഇവർ കോമണർ ആയത് എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. അവരൊക്കെ വലിയ പുള്ളികൾ, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീൽസും മറ്റേ അതൊക്കെ ഇട്ട് അവർ വലിയ പുള്ളികളാണ്. എന്നിട്ട് അവർ ഏതർത്ഥത്തിലാണ് കോമണേഴ്സ് ആയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. കഴിഞ്ഞ സീസണിൽ ഗോപിക കട്ട പക്ക കോമണർ കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഗെയിമിംഗ് ഒന്നും എനിക്ക് ഒട്ടും ഒരു രീതിയിൽ അവിടെ കാണിച്ചു കൂട്ടിയ പരിപാടികളൊന്നും എനിക്ക് പിടിച്ചില്ലെങ്കിലും കട്ട കോമണറായിരുന്നു. അതിൽ തർക്കമില്ല. പക്ക 100%, 100ക്ക് 110% ഗോപിക കഴിഞ്ഞ സീസണിൽ കോമണറായിരുന്നു. പക്ഷെ ഇപ്പൊ രണ്ടുപേരെ കൊണ്ടിറക്കിയിട്ടുണ്ട്. അവർ ഏതർത്ഥത്തിലാണ് കോമണർ ആയതെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനു പുറമെ സ്വന്തമായിട്ട് ഫാൻ പേജ് രശ്മി ബായ്, രാജു ബായ് പാത്രിക്ക്, മറ്റേ ബായ് പാത്രിക്ക്, മറിച്ച ബായ് പാത്രിക്ക്, രശ്മി ബായ് പേജ് പാത്തിട്ടേണ്ട ബിഗ് ബോസിൽ കേറിയില്ല. അതിനു മുമ്പേ പുതിയ ഫാൻ പേജ് തുടങ്ങി, സ്വന്തമായിട്ട് ഫാൻ പേജ് തുടങ്ങി ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മുടെ രശ്മി ബായ്. എന്തായാലും ആ പേജിന്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ അത് കൊടുക്കാം. അപ്പൊ പേജ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ നിങ്ങൾ കാണുന്നല്ലോ, ഇതാണ് പേജ്, വേണമെങ്കിൽ പോയി ഫോളോ ആയിക്കോ. എന്തായാലും രശ്മി ബായ് ഫാൻസ് ഒക്കെ കാണുമല്ലോ. ഇതിന്റെ ഇടയിൽ എനിക്ക് സ്ട്രൈക്കായ രണ്ട് കാര്യമുണ്ട്. രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആ ഫാൻ പേജിൽ ആരതി പൊടിയുമായിട്ടുള്ള ഒരു ഫോട്ടോ ഈ പറയുന്ന രശ്മി ഭായ് ഇട്ടിട്ടുണ്ട്. ഞാൻ സൈഡിൽ ആ ഫോട്ടോ ഇവിടെ കൊടുക്കാം. എന്തിനാണ് ആരതി പൊടിയായിട്ടുള്ള? വേറെ ഇൻഫ്ലുവൻസർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ പരിചയമുള്ള ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ഫെയിം ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ ഇടാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ ആരതി പൊടിയുടെ ഫോട്ടോ എന്തിനു കൊണ്ടിട്ടെന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ളൊരു ചോദ്യം. വേറെ ഒന്നുമില്ല, റോബിന്റെ കിട്ടാൻ പോകുന്ന പെണ്ണ്. അപ്പൊ റോബിന്റെയോ ആരതി പൊടിയുടെയൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരും കൂടി നമുക്ക് ഇരിക്കട്ടെ എന്നുള്ള ഒരു സാധനമാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. സത്യമുള്ള കാര്യം സീരിയസിൽ പറയാം. അവരും കൂടി നമ്മുടെ പോക്കറ്റിലൊന്നും ഇരിക്കട്ടെ. നമുക്ക് സപ്പോർട്ടേഴ്സ് ആയിട്ട് നമ്മൾ കോമണർ ആണെങ്കിലും ആരതി പൊടിയായിട്ട് ഫോട്ടോ ഇടുമ്പോൾ ഇനിയിപ്പോൾ റോബിൻ സപ്പോർട്ടേഴ്സ്, ആരതി പൊടി, അവരെല്ലാം നമ്മളെ കൂടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിനല്ലേ ആ ഫോട്ടോ ഇട്ടാൽ. അത് ഒറിജിനൽ പ്രൊഫൈൽ ഇട്ടിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ, അത് ആ രീതിയിൽ കാണാം, അവരെടുത്ത സമയത്ത് അങ്ങനെ ഇട്ടുപോയി. പക്ഷേ ഇപ്പോൾ ഒരു ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രശ്മി ബായ് വന്ന് തുടങ്ങിയിട്ട്, ഒരു ഫാൻ പേജ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവിടെ ആരതി പൊടിയായിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടപ്പോൾ എനിക്ക് അങ്ങനെ ആണ്ടേ തോന്നിയത്. നമ്മളും ചോറ എന്നാ ഉണ്ണണത്, ഇടക്കിടയ്ക്ക് കഞ്ഞി കുടിക്കും, വെള്ളം കലക്കി, ഓക്കെ. അപ്പം നമുക്ക് അങ്ങനെയാണ് തോന്നിയത് സംഭവം. പിന്നെ ഇതിൽ ഈ പേജിൽ ഒരു സ്റ്റോറി കണ്ടായിരുന്നു. ഈ സ്റ്റോറിയിൽ മറ്റേ രാജ് ടോക്സ്, മൂപ്പൻ, മറ്റേ യൂട്യൂബ് സിമീഡിയ, ഇവരുടെ 3 പേര് ഇതിനെ വെച്ചിട്ട് ഉള്ളൊരു ഒരുമാതിരി കിളത്തിക്കൊണ്ടുള്ള ഒരു സാധനം അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തോ വലിയ കിടിലങ്ങളാണ്, മറ്റതാണ് മറിച്ചാണ് എന്നുള്ള രീതിയിൽ അവരടിച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്, ഇങ്ങോട്ടൊരു പാലം വലിക്കുമ്പോൾ അങ്ങോട്ടൊരു വലിക്കട്ടെ, അടിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആകട്ടെ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞു തന്ന പോലെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഈ കോമണേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പം കഴിഞ്ഞ പ്രാവശ്യം വെച്ച സാധനം കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ഇതായിരുന്നു, മറ്റേ എയർടെൽ വഴി എന്തൊക്കെ തിരഞ്ഞെടുത്തത്. ഇപ്രാവശ്യം എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ നന്നായിരിക്കുന്നു. 2 കോമണർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന ആരെയെ പിടിച്ച് കയറ്റിയതുള്ള എനിക്ക് ഫീൽ ചെയ്തത്. സത്യമുള്ള കാര്യം സീരിയസ്ലി പറയാമല്ലോ. നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിൽ അറിയാന്നുള്ള 2 പേരെ കോമണർ എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് ഇരുത്തി. പിന്നെ കഴിഞ്ഞ സീസണിൽ ഗോപിക കോമണർ എന്ന് പറഞ്ഞ് കൊണ്ട് സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരായിട്ട് കൊണ്ട് കയറ്റിയെങ്കിലും കൂറ കളിയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല കളിപ്പ് വരും. കളി കാണുന്നവന് നല്ല ചോർഞ്ഞു വരുന്ന രീതിയിൽ ഗോപിയെ കളിച്ച്. പക്ഷെ അതും ഒരു തരത്തിലൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കും നേരത്തെ തന്നെ ആദ്യമേ വെളിയിൽ പോയത്. ഓക്കെ ഫൈൻ, അത് പോട്ടെ. പക്ഷെ ഇപ്പോൾ ഈ കയറ്റിയവർ എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ഇവരൊരു കോമണറാണ് എന്നുള്ള രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സീരിയസ്ലി ഫീൽ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരുടെ ഇടയിൽ നിന്നും എടുക്കും എന്ന് പറയുമ്പോൾ അത് റാൻഡമായിട്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പിൽ എടുക്കും. പക്ഷെ ഇവരെ കണ്ടിട്ട് എനിക്കൊരു സാധാരണക്കാരായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോമണർ ആയിട്ടോ എനിക്ക് ഫീൽ ചെയ്യില്ല. നാളെ ഒരു കാലത്ത് ഈ പറയുന്നത് പോലെ ഒരു കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഒരു കോമണർ എന്ന രീതിയിൽ ഈ ബിഗ് ബോസ് എടുക്കുമ്പോൾ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കോമണർ എന്നുള്ളൊരു സ്ഥലം വെച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ എടുക്കുമ്പോൾ അതെനിക്ക് എന്തോ അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തതെന്ന് നിങ്ങൾ തന്നെ വ്യക്തമാക്കണം. എനിക്കറിയില്ല, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണും. പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയി കയറും മുമ്പേ ഇവിടെ ഫാൻ പേജും തുടങ്ങി, ആർമിയും തുടങ്ങി അടി തുടങ്ങിയാണ് സ്വന്തമായിട്ട്. എൻ്റെ ഫാൻ പേജ്, എൻ്റെ ആർമി ഒരുത്തനും ഞാൻ കൊടുക്കത്തില്ല, ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആർമി പേജും തുടങ്ങി വെച്ചിരിക്കുകയാണ്. എന്തരടേ ഇത്?
ഇതെന്തരടേ? ഇതെന്തരാണ് കാണിക്കുന്നതിന് വല്ല പിടിയും മറ്റും ഉണ്ടാ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്നിട്ട് നേരെ ബാക്കിയുള്ളതിൻ്റെ നെഞ്ചത്ത് പൊങ്കാലായിട്ട് ചോറ് നിരത്തി സ്റ്റോറി. എന്നാ സപ്പോർട്ടാ? സപ്പോർട്ടിന്റെ പൂര കാവടി തന്നെ അവിടെ നടക്കുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ആർമി പേജ് എന്തുവാടെ ഇതൊക്കെ കാണിക്കുന്നത്? ഈ മൂപ്പനും രാജും യൂട്യൂബ് മീഡിയയൊക്കെ നിങ്ങൾ കോമണറായിട്ട് സെലക്ട് ചെയ്ത സമയത്ത് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്ത് ചെറിയ രീതിയിൽ വിമർശിച്ച് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലും താങ്ങാൻ പറ്റാതെ നേരെ അവർക്കെതിരെ കുരുപൊട്ടി അങ്ങ് ചാടി ഇറങ്ങിയിട്ടുണ്ട് കളത്തിൽ. കൊള്ളാം, നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ചുകളൊക്കെ തന്നെ. പക്ഷെ അവരുടെ ചെറിയൊരു വിമർശനം പോലും താങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളെ വിമർശിക്കുന്ന ഒരു സാമാന്യ രീതിയിൽ വിമർശിക്കുന്ന വിമർശനം പോലും താങ്ങാൻ പറ്റാതെ നിങ്ങൾ ഇപ്പോഴേ കിടന്ന് പിടച്ചു കഴിഞ്ഞാൽ ഹൗസിന്റെ അകത്ത് പോയിട്ട് യവന്മാരും ആരും ഇപ്പൊ ഞാൻ കൂടി ആയാലും വിമർശിക്കുമ്പോൾ നമ്മളെടുത്ത് അങ്ങ് അലക്കും. അപ്പൊ അതൊന്നും താങ്ങാൻ പറ്റത്തില്ല ആ സമയത്ത്. ഇപ്പോഴത്തെ ഈ ഒരു ചെറിയ വിമർശനം പോലും താങ്ങാൻ പറ്റില്ല. ആ സമയത്ത് എടുത്ത് അലക്കണം നിങ്ങൾ ആരെങ്കിലും താങ്ങും? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നണം? സീരിയസ്ലി തോന്നുന്നു? ഇപ്പോഴേ കടന്ന് കരഞ്ഞ് വിളിച്ച് മെഴുകാൻ തുടങ്ങിയിരിക്കണം. പിന്നെയാണ് ഇനി ആ സമയത്ത് ഹൗസിന്റെ അകത്ത് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ കാണിക്കുന്ന കാട്ടാപ്പുകൾക്ക് ഇവിടെ നിന്ന് പുറത്ത് വിമർശനം വന്നിട്ട് നിങ്ങൾ എന്തായാലും നേരത്തെ ഔട്ടായി പുറത്ത് വരുമ്പോ ആ വിമർശനമൊക്കെ എടുത്ത് വെച്ച് കാണുമ്പോൾ നിങ്ങൾ കരഞ്ഞു പോലോ. ഇപ്പൊ തന്നെ ഈ ഒരു ചെറിയ വിമർശനങ്ങൾക്ക് കിടന്ന് പടയ്ക്കാൻ തുടങ്ങിയ അപ്പൊ ഹൗസിന്റെ അകത്ത് പോയിട്ട് ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം, കേൾക്കാൻ കിടക്കണം, ചെറുകെട്ടല്ലേ കാര്യങ്ങൾ. പക്ഷെ എന്താ പൊന്നെ രശ്മി ഭായ്, രാജു ഭായ് പോലോ, എന്താണിത്? ഇപ്പോഴേ തുടങ്ങി ആർമി പേജും ഫാൻ പേജും വിമർശനങ്ങൾ താങ്ങാൻ പറ്റാതെ ഉൾക്കൊള്ളാണ്ട് കുരുപൊട്ടി ചെറുകിട്ടാവുന്നത്. സീരിയസ്ലി ഞാൻ പറയാം, ഇപ്രാവശ്യം ബിഗ് ബോസ് തെരഞ്ഞെടുത്ത കോമണേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ എനിക്കത് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല. ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. സാധാരണക്കാരൻ നാളെ വന്നിട്ട് ഈ പറയുന്ന പോലെ അംബാനിയോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് പറയുകയാണ് ഞാനൊരു സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനാണ് അല്ലേ കയറിക്കോ ബിഗ് ബോസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് സാധാരണക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ രീതിയിലായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പക്കയായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം നേരെ ഉൾട്ടയടിച്ചു കളഞ്ഞല്ലോ മിസ്റ്റർ ബിഗ് ബോസ് സീസൺ 6 എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം സത്യം, ഇപ്പോൾ ഒരാൾ സാധാരണക്കാരനാണെന്ന് അത് കാണുന്ന പ്രേക്ഷകർക്കും കൂടി തോന്നണം. ആ രീതിയിലുള്ള സെലക്ഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടതും, ആ രീതിയിലുള്ള ആൾക്കാരായിരിക്കണം വരേണ്ടത്. കാരണം സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളെപ്പോലെ കൊമ്പത്തിരിക്കുന്ന പിടിപാടുള്ളവർ, അല്ലെങ്കിൽ രശ്മി ഭായ്, രാജു ഭായ് പോലെ തുടങ്ങി ഉടനെ ആർമിയൊക്കെ തുടങ്ങാനുള്ള സെറ്റപ്പ് ഉള്ളവരൊന്നും ആയിരിക്കില്ല ഈ സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? അത്യാവശ്യം നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആക്റ്റീവാണ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളൊരു സാധാരണക്കാരായിട്ട് എനിക്കൊരിക്കലും കണക്കാൻ പറ്റത്തില്ല. നാളെ ഞാൻ വന്നിട്ട് എനിക്കും യൂട്യൂബിൽ 50,000 ഫോളോവേഴ്സ് ഉണ്ട്, ഈ പറയുന്ന ഇൻസ്റ്റയിൽ 5,000+ ഉണ്ട്, പിന്നെ ഫേസ്ബുക്കിൽ 14,000 അടുപ്പിച്ചുണ്ട്. അപ്പം ഞാനും ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസിൽ കയറണമെങ്കിൽ ഒരിക്കലും ഞാനൊരു കോമണറായിട്ട് കയറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫോളോവേഴ്സും കിടിലൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കോമണറായിട്ട് അവിടെ കയറാൻ യോഗ്യനല്ല. മനസ്സിലായ? ഇൻഫ്ലുവൻസർ ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ കോമണർ എന്ന് പറയുമ്പോൾ അത് ആ ലെവലിലായിരിക്കണം. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവ് അല്ലാത്ത, സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ വീഡിയോസോ കാര്യങ്ങളിട്ട് സോഷ്യൽ മീഡിയ വഴി വൈറലാവാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കും സാധാരണ ഈ കോമണറായിട്ട് വരേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് സ്ഥിരമായിട്ട് റീച്ച് ഇല്ലെങ്കിൽ കൂടി അവർ കോമണറായിട്ട് വരാൻ അർഹരല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ കോമണർ സെലക്ഷൻ എനിക്ക് അങ്ങോട്ട് യോജിപ്പില്ല. പിന്നെ അതിനു മുമ്പേ ചെറിയ വിമർശനങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത ആർമി പേജുകൾ വരെ തുടങ്ങി. പിന്നെ ആരതി പൊടിയുടെ ഫോട്ടോ ഇട്ടിട്ട് റോബിന്റെ ഫാൻസിനെയും കൂടി അവിടെ കയറ്റാനുള്ള പ്ലാനും തുടങ്ങി. എന്തായാലും ചെറുകെട്ട് കളത്തിലിറങ്ങി കളിക്കാനാണ് തീരുമാനമെങ്കിൽ നമുക്ക് കളിച്ച് തന്നെ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അതിൽ ബോക്സ്.